ഞാൻ ലബ്ബാദാരിമെ ഇന്നും വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, താങ്കളുടെ പേരിൽ പല ക്ലിപ്പും ഇറങ്ങുന്നുവല്ലോ, യഥാർത്ഥം എന്താ? അദ്ദേഹം പറഞ്ഞു, പലതും തലയും പാലും കെട്ടിമുറിച്ച് എല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. പലതും ഞാൻ പറഞ്ഞ രൂപത്തിലല്ല പലതും പുറത്തേക്ക് വരുന്നത്. അപ്പുറം വെട്ടി ഇപ്പുറം വെട്ടി 2 കഷ്ണം വിളക്കി ചേർത്ത് ഒന്നാക്കി അവതരിപ്പിക്കുന്ന ശൈലിയാണുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, അദ്ദേഹം എന്നോട് ഒരു വാക്ക് കൂടി പറഞ്ഞു, ഞാൻ ഒരു കാലത്തും 100% മുജാഹിദായി വന്ന ഒരാളൊന്നുമല്ല. ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ വന്നിട്ടുമില്ല. തൗഹീദ് മനസ്സിലാക്കി ആ തൗഹീദിന്റെ വഴിയിലേക്ക് ഞാൻ മാറി വന്നപ്പോൾ എനിക്ക് ഈ തൗഹീദ് പറയാൻ പറ്റാവുന്ന, അതിന് സാഹചര്യം ഒരുക്കുന്ന, അതിനെനിക്ക് പറ്റാവുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ എനിക്ക് തൗഹീദ് പറയാൻ ഒരു വേദി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ കിട്ടുമെന്നായപ്പോൾ ഞാൻ അവിടെ തൗഹീദ് പറഞ്ഞു എന്നല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ എല്ലാ അഭിപ്രായം അതേ രൂപത്തിൽ സ്വീകരിച്ച ഒരാളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് എന്റെ എല്ലാ അഭിപ്രായവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ കെട്ടിവെക്കേണ്ട കാര്യവുമില്ല. ഞാൻ വല്ലതും പറഞ്ഞാൽ നിങ്ങൾക്കത് പ്രമാണവിരുദ്ധമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം, ഞങ്ങൾക്കത് ബാധകമല്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് നിങ്ങൾക്ക് പറയാമെന്ന് ഇന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ നമ്മുടെ നിലപാടാതാ. അത് ലബ്ബാദാരിക്കും മാത്രമല്ല, ഈ പറഞ്ഞ എനിക്കും ബാധകമാണ്. ഈ കരുവമ്പോയിലും ഈ അനസ് മൗലവിയും ഈ കായക്കൊടിയും ഒക്കെ അഭിപ്രായം മാറ്റിയ പോലെ ഇനി നാളെ വന്ന് ഞാൻ പറഞ്ഞാലോ ജിന്നും മലക്ക് അബോധികം തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞാലോ ഇതേ നിലപാടാ മുജാഹിദുകൾക്കുള്ളത്. ഫൈസൽ മുസ്ലിയാരല്ലേ നമ്മളെ കൂടെ ഇന്നലെ വരെ ഉണ്ടായാളല്ലേ, നമ്മളെന്താ ചെയ്യാ? ഇല്ല, നോക്കേണ്ട കാര്യമില്ല. ആ വിഷയത്തിൽ അദ്ദേഹത്തെ തെറ്റുപറ്റി എന്ന് പറയാൻ ഒരു പ്രയാസവും നമുക്കാർക്കും ആവശ്യമില്ല. അതല്ലേ മുജാഹിദും അല്ലാത്ത നമ്മുടെ വ്യത്യാസം. മാത്രമല്ല, നാരിയാസ്രാത്ത് ലബ്ബാദാരിമി എന്ന ആദ്യമായി ഇത് പറഞ്ഞത്. ലബ്ബാദാരിമി നാരിയാസ്രാത്തിന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ആ ഒരു ശൈലിയിൽ അദ്ദേഹം ഇത് പറഞ്ഞതെന്ന 2010. അതുകൊണ്ട് അത് പിഴച്ചവാദമാണെങ്കിൽ ആ പിഴച്ചവാദമുള്ള അദ്ദേഹത്തെ അന്ന് പേറി നടന്നതിന്റെ ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണോ? അല്ല, ഒന്നാമതായി KNM എന്ന നമ്മളടക്കമുള്ള ആ സംവിധാനത്തിനല്ലേ, ആ സംഘടനക്കല്ലേ. പണ്ഡിത സംഗമത്തിന് TP അബ്ദുൽ ഖായ മദനിയല്ലേ ഉദ്ഘാടനം ചെയ്തത്? അബ്ദുറഹ്മാൻ സലഫിയല്ലേ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചത്? ആ പണ്ഡിത സംഗമത്തിലല്ലേ ലബ്ബാദാരിമി പങ്കെടുത്തത്? അപ്പോൾ 2010 അദ്ദേഹം അത് പറഞ്ഞതിന് അതിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെങ്കിൽ ഇപ്പോൾ വിവാദമുണ്ടായപ്പോൾ അദ്ദേഹത്തെ പോയി സ്വാധീനിക്കാൻ ശ്രമിച്ച്, കൂടെ നിർത്താൻ ശ്രമിച്ച് എറണാകുളം ജില്ലയിലെ ഉത്തരവാദപ്പെട്ട പല ആളുകളും അദ്ദേഹത്തെ ചെന്ന് കണ്ട്, ഇല്ല ഞാൻ ഈ വിവാദങ്ങൾക്കില്ല, ഞാൻ ആ വഴിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിന്നപ്പോൾ അദ്ദേഹത്തെ കൂടെ കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോ അദ്ദേഹത്തെ ക്രൂശിക്കാനാ ഇപ്പൊ ശ്രമം. നമ്മെ സംബന്ധിച്ച് ആരെ കൂടെ നിന്നു ആരെ കൂടെ നിന്നില്ല എന്ന് പ്രശ്നമേ അല്ല. ചുവൈലി അബ്ദുള്ള മൗലവി തൗഹീദ് മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. നമ്മൾ ആരും ഒരു കാലത്തും അയാൾ ഞങ്ങളാളാണ് എന്ന് പറഞ്ഞ് നമ്മളും കൊണ്ടുവന്നിട്ടില്ല, അല്ലാത്തവരും കൊണ്ടുവന്നിട്ടില്ല. വേദി കിട്ടിയാൽ അദ്ദേഹം പ്രസംഗിക്കുന്നു, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അബദ്ധമുണ്ടോ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മൗലവി ആ പദം ശരിയല്ല കേട്ടോ, ഇങ്ങനെ ഹദീസുണ്ട്, ഇങ്ങനെ ആയത്തുണ്ട്, അല്ലെങ്കിൽ ആ ആയത്തിന് ഇങ്ങനെ വ്യാഖ്യാനമുണ്ട്, തഫ്സീറിൽ ഇങ്ങനെയാ ഉള്ളത്, നിങ്ങൾ ആ പദം ശരിയല്ല എന്ന് നമ്മൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തും. തിരുത്തുന്നില്ലേ? ശരി, അദ്ദേഹത്തെ വഴിക്ക് പോകാമെന്ന് നമ്മൾ പറയും. അല്ലാതെ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് എടുത്ത് നമ്മളൊരു സ്ഥാനം നൽകി ഞങ്ങളാളാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടെടുക്കുന്നുണ്ടോ? ഇവര് കൊണ്ടെടുക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇവര് സ്റ്റേജിലും പ്രസംഗിപ്പിക്കുന്നു, നമ്മളും പ്രസംഗിപ്പിക്കുന്നു. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം മനസ്സിലാക്കിയ പ്രമാണങ്ങളുടെ സ്ഥാനത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് എവിടെയും പറയാം. അബദ്ധമുണ്ടോ? നമുക്ക് ധാർമ്മികമായി ഇസ്ലാമികമായി നമുക്ക് അദ്ദേഹത്തെ തിരുത്തി കൊടുക്കാം. തിരുത്തിയാൽ അദ്ദേഹത്തിന് ലാഭം, തിരുത്തിയില്ലെങ്കിലോ നമുക്കെന്ത് നഷ്ടം? അത്രയുള്ളൂ ലബ്ബാദാരിമിയുടെ വിഷയത്തിലും, അത്രയുള്ളൂ ഈ ഫൈസൽ മുസ്ലിയാരുടെ വിഷയത്തിലും, അത്രയുള്ളൂ ഏതൊരാളുടെ വിഷയത്തിലും. അല്ലാതെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാല് അത് മുജാഹിദീങ്ങൾ മൊത്തം അഭിപ്രായമായി സ്വീകരിക്കുന്ന ശൈലി മുജാഹിദുകൾക്ക് ഒരു കാലത്തുമില്ല. അതേസമയം ഉത്തരവാദിത്വം സ്ഥാനമാനവും എല്ലാമുള്ള തലപ്പത്തിരിക്കുന്ന ആളുകളാകുമ്പോൾ അവിടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടി വരും. അതിന്റെ ഒരു ഔദ്യോഗിക സ്വഭാവം നൽകപ്പെടാൻ എപ്പോഴും സാധ്യതയുണ്ട്. എന്നാൽ ലബ്ബാദാരിമി അങ്ങനെ വന്ന ആളുമല്ല. ഞാൻ ഓർക്കുകയാണ്, മുമ്പ് അഹ്സനിമാരുമായി ലബ്ബാദാരിമി സംവാദം നടത്തിയല്ലോ ഇസ്തിഗാസ വിഷയത്തിന്. ആ CD പുറത്തിറങ്ങുമ്പോൾ മുജാഹിദ് സുന്നി സംവാദം എന്ന് ലേബിന് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞില്ല, അങ്ങനെ കൊടുക്കണ്ട, ലബ്ബാദാരിമിയും അഹ്സനിമാരുമാരുടെ സംവാദം എന്ന് കൊടുത്താൽ മതി. കാരണം എന്റെ വാക്കിൽ വല്ല അപാകതയും ഉണ്ടെങ്കിൽ
അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് മേലേക്ക് ഒരു ഭാരമായി വരാൻ പാടില്ലല്ലോ എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത്. അത് നല്ലൊരു മനസ്സാണ്, അത് നല്ലൊരു മനസ്സാണ്. അദ്ദേഹം ഇന്നും എന്നോട് പറഞ്ഞതാണ്, എന്റെ വാക്കിൽ വല്ല അപാകതയും ഉണ്ടെങ്കിൽ അതിന്റെ ഭാരം മുജാഹിദ് പ്രസ്ഥാനത്തിന് വരാൻ പാടില്ല, മുജാഹിദിൽ ഒരാളും അതിനെ പേരിൽ പ്രയാസം അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രമാണവിരുദ്ധമായതുണ്ടോ നിങ്ങൾ ആരും ന്യായീകരിക്കണ്ട, നിങ്ങൾ ആരും സ്വീകരിക്കണ്ട, നിങ്ങൾ ബോധ്യപ്പെടുത്തി തരൂ, ഞാൻ അംഗീകരിക്കാം. ആ ഒരു മനസ്സാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്.